നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകം ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ കരിക്കും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാറാനാഥ ഗോസ്ബൽ ടീമിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ സുവിശേഷ പ്രഭാഷണത്തിലേക്ക് ഹാർദവുമായി സ്വാഗതവും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, കേരളത്തിലാകമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് നിദാനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മദ്യവും മറ്റു ഇതര ലഹരി പദാർത്ഥങ്ങളുടെയും അമിതമായ ഉപഭോഗം മൂലം കേരളീയ യുവസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതികളെക്കുറിച്ചും അതിൻ്റെ പ്രതിഫലനങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് നന്നായി അറിയാം. ദിനംപ്രതി നാം പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുകയും ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുകയും ചെയ്യുന്ന വാർത്തകൾ പലപ്പോഴും നമ്മുടെ മനസാക്ഷിയെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ളതാകുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളം ഇന്ന് ലഹരിയുടെ വലിയ ഒരു ഹബ്ബായി തീർന്നിരിക്കുകയും മദ്യവും മറ്റു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥലമായി കേരളം മാറിയിരിക്കുന്നു. മദ്യപിച്ച് ലക്കുകെട്ട് ലഹരിക്കടിമയായി തീർന്ന് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾ നടത്തുന്ന കൃത്യങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ലഹരിക്കടിമപ്പെട്ടതാകുന്ന മകൻ ഈ അടുത്ത ദിവസം തന്നെ നമ്മൾ വായിച്ചതാണ്. തിരുവനന്തപുരത്ത് ഒരു മാതാവിനെ കഴുത്തറുത്ത് കൊല്ലുവാനിടയായി തീർന്നു. അതുപോലെ അപ്പൻ മകനെയും സഹോദരനെയും ഒക്കെ വകവരുത്തിയതാകുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരിക്കലും നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ളതാകുന്ന അക്രമ സംഭവങ്ങളുടെ പരമ്പരകൾ കേരളത്തിൽ തകർത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മദ്യത്തിന്റെ ലഹരിയിലൂടെ, അതിന്റെ അമിതമായ ഉപഭോഗത്തിലൂടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ, പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, മറ്റു തരത്തിലുള്ളതാകുന്ന കുറ്റകൃത്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. കേരളം എന്ന കൊച്ചു സംസ്ഥാനം ഇന്ത്യ എന്ന വലിയ മഹാരാജ്യത്തിന്റെ 2% മാത്രം ജനസംഖ്യയുള്ള ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും അധികം മദ്യം വിൽക്കപ്പെടുകയും ഉപഭോഗം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്ന കാര്യം ഓർക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഭയാനകത മനസ്സിലാക്കുന്നത്. ഇന്ത്യ എന്ന വലിയ മഹാരാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ഭൂരിഭാഗം ഏകദേശം 14%, 2% മാത്രമുള്ള ജനസംഖ്യ മാത്രമുള്ള കേരളീയർ ഉപഭോഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലഹരിയുടെ ഉപഭോഗം എന്തുമാത്രം വളർച്ച നേടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഗവൺമെന്റുകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം മദ്യം വിൽക്കപ്പെടുന്നു. പക്ഷേ അതിനെതിരായിട്ട് ഉള്ള പ്രവർത്തനങ്ങളും മദ്യവിരുദ്ധ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനുകളും മറ്റു പര്യടനങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നത് വിൽക്കുന്ന ഗവൺമെന്റ് തന്നെ. അപ്പോൾ നമുക്കറിയാമല്ലോ അതിന്റെ പിന്നിലുള്ള പരിണിത ഫലങ്ങളെ കുറിച്ച്. മദ്യത്തിൽ നിന്ന് വരുമാനം ലഭിക്കുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. അതിലേറെയായി മറ്റു തരത്തിലുള്ള സർക്കാർ ഈ പണം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. മദ്യത്തിന്റെ കണക്ക് മാത്രമേ നമുക്ക് മനസ്സിലാക്കുന്നുള്ളൂ. മറ്റ് ഇതര ലഹരി പദാർത്ഥങ്ങളുടെ കണക്ക് നമുക്കറിയത്തില്ല. കാരണം അനധികൃതമായി കടത്തിക്കൊണ്ട് കേരളത്തിൽ വിൽക്കപ്പെടുന്ന സാധനങ്ങളാണ്. അതിന്റെ അളവ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പിടിക്കപ്പെടുന്നതിന്റെ അളവാണ്. ഏറ്റവും അധികം ലഹരി വസ്തുക്കൾ, മറ്റ് കഞ്ചാവ്, MDMA പോലെയുള്ള മാരകമായ ലഹരി വസ്തുക്കൾ ഈ അടുത്ത കാലത്തായി അധികമായി പിടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പിടിക്കാതെ എത്രയോ കടന്നുപോയിരിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ടവരിലൂടെ നടക്കുന്ന സാമൂഹിക തിന്മകളെ കുറിച്ച്, അവരിലൂടെ നടക്കുന്ന മറ്റു ഇതര പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അറിയാതെ നടുങ്ങിപ്പോകും. പ്രിയമുള്ളവരെ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അനാഥ ബാല്യങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. പീഡനങ്ങളിൽ ഇരയായി തീർന്ന അനേക പ്രിയപ്പെട്ടവർ കേരളത്തിൽ വർദ്ധിച്ചു വരിക. ഇതൊക്കെ സംഭവിക്കുന്നത് ലഹരി വസ്തുക്കളുടെ മാരകമായ ആ പ്രവർത്തന ഫലമായിട്ടാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള നിരവധി ശബ്ദങ്ങൾ ഉയർന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇതിന് ശാശ്വതമായ ഒരു അറുതി വരുത്തുവാനായിട്ട് നമുക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും ഓരോ മാസവും കേരളത്തിൽ വിൽക്കപ്പെടുന്ന മദ്യത്തിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് ഇതിനൊരു പോംവഴി? മദ്യം കാലാകാലങ്ങളിൽ മദ്യത്തിന്റെ ഉപഭോഗവും
അതുപോലുള്ള വിപണനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പൗരാണിക കാലം മുതൽ ഇത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അന്നു മുതൽ തന്നെ ഇതിനെതിരായിട്ടുള്ള ശബ്ദങ്ങളും നിരവധി കോണുകളിൽ നിന്നോ ഉയർന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം എന്താണ്? ഇത് സമൂഹത്തെ തകർക്കുന്നതാണ്, മനുഷ്യനെ തകർക്കുന്നതാണ്, അവന്റെ ആരോഗ്യത്തെ തകർക്കുന്നതാണ്. ഒരു മദ്യപാനി എന്ന് നാം പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രാപകലന്തിയോളം അധ്വാനിച്ച് കിട്ടുന്ന പണത്തിന്റെ 3/4% മദ്യത്തിന് വേണ്ടി ചെലവഴിച്ച് പോക്കറ്റ് കാലിയായി കടന്നു വരുന്ന ഒരു മനുഷ്യൻ. ആ കുടുംബത്തിൽ എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുന്നത്? മദ്യപിച്ച് ലഹരിക്കടിമയായി ലഹരി കടന്നു വരുന്ന പ്രിയ പിതാവിന്റെ കാലടി ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വീടിന്റെ പിന്നാമ്പുറങ്ങളിലൂടെ ഓടി അയൽ വീടുകളിൽ അഭയം പ്രാപിക്കുന്ന കുട്ടികളെയും മുതിർ ഭാര്യമാരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. മദ്യപാനം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയുടെ മാത്രം വിഷയമല്ല, ഇത് വലിയ സാമൂഹ്യ പ്രശ്നമായിട്ട് തന്നെ ഇന്നും നിലകൊള്ളുന്നു. ഇതിന് അറുതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. മദ്യപിക്കുന്ന മനുഷ്യനോട് നാം ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ സാധനം കൊള്ളത്തില്ല, ഇത് യാതൊരു വിധമായ പ്രയോജനവും ശരീരത്തിന് ഉണ്ടാക്കുന്നില്ല എന്നവൻ പറയും. പക്ഷേ അവൻ അതിൽ നിന്നും പുറത്തു വരുവാനായിട്ട് കഴിയുന്നില്ല. എത്ര തന്നെ പരിശ്രമിച്ചാലും കേവലം 1-2 ആഴ്ച ഇല്ലെങ്കിൽ 1-2 മാസം അവന് ഇതിൽ നിന്നും പുറത്തു വരുവാൻ കഴിയും. പക്ഷേ പിന്നീട് സംഭവിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അവൻ പിന്നീട് അത് ഉപയോഗിച്ചാൽ ഏറ്റവും വലിയ അക്രമകാരിയായി തീരുന്ന ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ കൊണ്ടും ഡി അഡിക്ഷൻ സെന്ററുകളുടെ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും ഇതിന് ശാശ്വതമായ അറുതി വരുത്തുവാൻ കഴിയത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ എങ്ങനെ ഇതിൽ നിന്നും പുറത്തു വരുവാനായിട്ട് കഴിയും? പ്രിയമുള്ളവരെ, മനുഷ്യനിൽ കിടക്കുന്ന പാപമെന്ന കറുത്ത വ്യവസ്ഥ മനുഷ്യനെ ഇപ്രകാരമുള്ള അധാർമികമായ തിന്മ എന്ന പ്രവർത്തനങ്ങളിലേക്ക് അവനെ വലിച്ചൊഴുക്കിക്കൊണ്ട് പോകുന്നു. മദ്യം കുടിച്ചു തുടങ്ങുന്ന ഒരു മനുഷ്യൻ മദ്യപിച്ച് കാലങ്ങളിൽ കുറെ കാലം കഴിയുമ്പോൾ എന്റെ ആരോഗ്യം നശിച്ച് ഭവനത്തിനും നാട്ടുകാർക്കും ദോഷകരമായ അനുഭവത്തിൽ പ്രവർത്തിച്ച് മരിച്ചൊടുങ്ങും എന്നല്ല അവൻ വിശ്വസിക്കുന്നത്. അതിൻ്റെതാകുന്ന ആ മറ്റുള്ള പരിണത ഫലങ്ങളെ കുറിച്ച് അവന് അറിവില്ലായ്മ കൊണ്ട് ഇപ്രകാരം അവൻ ചെന്ന് ചാടുന്നു. ഇതിനവനെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത് പാപമെന്ന കറുത്ത അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, പാപമെന്ന കറുത്ത വ്യവസ്ഥ മനുഷ്യനിൽ നിന്ന് അകന്നു മാറുമ്പോൾ അവൻ നന്മ ചെയ്യുവാനായിട്ട് തുടങ്ങും. അതിനെന്താണ് കാരണം? കഴിഞ്ഞ നാളുകളിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി ഇപ്രകാരമുള്ള മദ്യവും മറ്റു തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപഭോഗം മൂലം സമൂഹത്തിനും ഭവനത്തിനും വേണ്ടാതായി കിടന്ന ഞങ്ങളൊക്കെ ഈ പാപമെന്ന കറുത്ത വ്യവസ്ഥ ഞങ്ങളിൽ നിന്ന് മാറിയപ്പോൾ, സത്യത്തെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ നല്ല അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ഈ പാപം എങ്ങനെയാണ് പോകുന്നത്? അതാണ് പ്രശ്നം. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ പറയും, ഇവർക്കെപ്പോഴും പാപത്തെക്കുറിച്ച് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. അതേ സുഹൃത്തെ, പാപം നിങ്ങൾക്കും അറിയാം, പാപമുണ്ടെന്ന്. കാരണം എന്താ? നിങ്ങൾ അറിയാതെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ വൈകുന്നേരം ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ വാതിലുകളെല്ലാം നന്നായി കുറ്റിയിട്ടിട്ടാണ് നിങ്ങൾ കിടക്കുന്നത്. കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവര് കട നന്നായി പൂട്ടി ലോക്ക് ഒന്നുകൂടെ വലിച്ചു നോക്കി ഒന്നുകൂടെ സുരക്ഷിതം ഉറപ്പുവരുത്തിയിട്ടാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്. എന്താണ് അതിന് കാരണം? പ്രിയമുള്ളവരെ, പാപമാണ് അതിന് കാരണം. നിങ്ങൾ പറയുമല്ലോ, ഏതെങ്കിലും ഒരുത്തൻ വന്ന് എന്റെ വീട് കുത്തി തുറന്ന് എന്റെ വീട്ടിലുള്ളതാകുന്ന സമ്പാദ്യങ്ങളും മറ്റു തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ കൈവശപ്പെടുത്തിക്കൊണ്ടു പോകും. അത് തടയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കച്ചവടക്കാരും ഇത് തന്നെയാണ് പറയുന്നത്. സാമൂഹിക ദ്രോഹികളെന്നാണ് പറയുന്നത്. അവര് വന്നത് ഈ കട കുത്തി തുറക്കും, എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകും എന്ന് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യനെതിരായി നടക്കുന്ന, സമൂഹത്തിന് വിരുദ്ധമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും പാപത്തിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പാപം മനുഷ്യനിൽ നിന്ന് അകന്നാൽ നന്മയിലേക്ക് മനുഷ്യൻ കടന്നു വരും. എന്താണ് അതിന് ചെയ്യേണ്ടത്? പാപപരിഹാരം വരുത്തണം. പാപപരിഹാരം എങ്ങനെ വരുത്തുവാൻ കഴിയും? കാലാകാലങ്ങളിൽ മുതൽ നമുക്കറിയാം, പുണ്യസ്ഥലങ്ങളിലും മറ്റു നേർച്ച കാഴ്ചകളൊക്കെ നാം നടത്താറുണ്ട്. പക്ഷേ പാപത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വരുത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മൃഗബലികൾ നടത്തിയിട്ടുണ്ട്, പക്ഷി മൃഗാദികളെ രക്തം പാപത്തിന് പരിഹാരമായി അർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും ശാശ്വതമായ പരിഹാരം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ ഈ പാപപരിഹാരത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് താണലോകത്തിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് ദൈവിക പദ്ധതി പ്രകാരമാണ്. പാപത്തിന്റെ അതികഠിനമായ അവസ്ഥയിലൂടെ പാപത്തിൽ അകപ്പെട്ടതാകുന്ന മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി പിതാവാൻ ദൈവത്തിന് തോന്നിയ ഒരു പദ്ധതിയാണ്. പ്രിയമുള്ളവരെ, പാപപരിഹാരത്തിന് വേണ്ടി തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുവാൻ ദൈവത്തിന് പിതാവിന് പ്രസാദം തോന്നി. ആ പദ്ധതി പ്രകാരം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് കർത്താവായ യേശുക്രിസ്തു കടന്നു വരുവാൻ
ചെയ്യുവാനും യാതൊരു തെറ്റും കൂടാതെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്റെ നിർദോഷമായ രക്തം കാൽവറിയിൽ ഊറ്റുകയും ചെയ്തു. അതുമൂലം ലോക മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി തീർന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ പാപപരിഹാരം നമുക്ക് അനുഭവവേദ്യമാക്കുവാൻ കഴിയുന്നത്? സിമ്പിളാണ്. എന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചതെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവർക്ക് ഈ പാപമോചനം കൈവരിക്കുവാനായിട്ട് കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് പ്രകാരമുള്ള അനുഭവത്തിലൂടെ പാപമോചനം കൈവരിച്ചതിന്റെ സന്തോഷം അനുഭവിക്കുന്നുകൊണ്ട് ഞങ്ങൾ ഈ തെരിക്കോണിൽ നിന്ന് യാതൊരു മടിയും കൂടാതെ യാതൊരു ലജ്ജയുമില്ലാതെ ഈ സുവിശേഷം നിങ്ങളോട് വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, പാപത്തിന്റെ അഗാധമായ കാപ്പുകെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തു വരുത്തുവാൻ കഴിയുന്നത് ഒരേ ഒരു സംഗതിക്ക് മാത്രമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനത്തിലൂടെ. അതുകൊണ്ട് തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയ വ്യക്തിത്വങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, കർത്താവ് താണ ലോകത്തിലേക്ക് വന്ന് പാപപരിഹാരത്തിന് വേണ്ടി ബലിയായി തീർന്നു. ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു പുതു മനുഷ്യനായി തീർന്ന് സമൂഹത്തിനും ഭവനത്തിനും കൊള്ളാകുന്നവനായി തീർന്ന് നല്ല സന്തോഷകരമായ ജീവിതാനുഭവത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അതിനുവേണ്ടി സ്വർഗം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാണ്.